കടുത്തുരുത്തിയിൽ 5 തവണ വിജയിച്ച അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് ഇത്തവണ ഓട്ടോറിക്ഷ ചിഹ്നത്തിലാണ് ജനവിധി തേടുന്നത്. വിദേശ സംഭാവന നിയന്ത്രണ ബില്ലിലെ ആശങ്കകൾ കടുത്തുരുത്തിയിലെ വസതിയിൽ വെച്ച മോൻസ് ജോസഫ് 24-ന്റെ ബാറ്റിൽ ഗ്രൗണ്ടിൽ PP ജെയിംസിനോട് പങ്കുവച്ചു. കേരള കോൺഗ്രസിന്റെ 2 സീറ്റുകൾ കോൺഗ്രസ് ഏറ്റെടുത്തതിന്റെ വിഷമവും അദ്ദേഹം തുറന്നു പറഞ്ഞു. ബാറ്റിൽ ഗ്രൗണ്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് കടത്തുരുത്തിയിലാണ്. കടത്തുരുത്തിയുടെ MLA ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അഡ്വക്കേറ്റ് മോൻസ് ജോസഫ്. ശ്രീ മോൻസ് ജോസഫിന് ഇവിടുത്തെ പ്രതീക്ഷകളെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? കടുത്തുരുത്തി നിയോജക മണ്ഡലം തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം സ്വന്തം വീട് പോലെയാണ്. ഈ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ജനങ്ങളോടും അതുപോലെ ആത്മബന്ധവും സ്നേഹബന്ധവുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ കുടുംബങ്ങളെയും എല്ലാ വീട്ടുകാരെയും മിക്കവാറും പാർട്ടി വ്യത്യാസം ഇല്ലാതെ തന്നെ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇപ്രാവശ്യവും നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കും. അപ്പോൾ ഇതിൻ്റെ പിറകിൽ കാണുന്നത് താങ്കളുടെ ചിഹ്നമാണ്, ഓട്ടോറിക്ഷ. അപ്പോൾ ഈ നേരത്തെ കേരള കോൺഗ്രസിന് കുതിര ചിഹ്നം ഉണ്ടായിരുന്നു, പിന്നെ 2-ലെയായി, ഇപ്പോൾ ഓട്ടോറിക്ഷയാണ്. ഓട്ടോറിക്ഷ എത്രാമത്തെ തവണയാണ് ഓട്ടോറിക്ഷയിൽ? ഓട്ടോറിക്ഷ ആദ്യമാണ്. കഴിഞ്ഞ പ്രാവശ്യമെല്ലാം നമുക്ക് വലിയ പ്രതിസന്ധിയായിരുന്നു. കാരണം ഞങ്ങൾ ഇവിടെ ഞാൻ മത്സരിച്ച ചിഹ്നത്തിൽ എൻ്റെ എതിരാളി മത്സരിക്കുകയാണ്. അപ്പം പാർട്ടി പിളർന്നപ്പം എതിരാളികൾ ചിഹ്നം അടിച്ചുകൊണ്ട് പോയി. ഈ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിട്ടുള്ളതാണ് FCRA, പ്രത്യേകിച്ച് വിദേശ സംഭാവന നിയന്ത്രണ ബില്ല് BJPയുടെ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നു. അതിനെതിരെ ആശങ്കയും ആകാംക്ഷയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് എങ്ങനെയായിരിക്കും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാം? ഇത് BJP കേന്ദ്ര ഗവൺമെൻറ് ചെയ്ത NDA ചെയ്ത BJP ചെയ്ത ഏറ്റവും വലിയ ദ്രോഹ നടപടിയാണ്. ഇപ്പോൾ ഈ വിദേശത്ത് നിന്ന് ഏതാണ്ട് വലിയ കോടാനുകോടി രൂപ ഈ സഭയെല്ലാം സമ്പാദിക്കുന്ന മട്ടിലാണ് ഇവർ ഈ വിഷയത്തെ കണ്ടിരിക്കുന്നത്. സത്യത്തിൽ അവർ ജനങ്ങളോട് കാണിച്ച ദ്രോഹമാണ്. അതുപോലെ തന്നെ ഇവിടെ ഏറ്റുമുട്ടുന്നത് കേരള കോൺഗ്രസുകൾ തമ്മിലാണ്. ആ കേരള കോൺഗ്രസുകൾ എന്തെങ്കിലും ഒന്നാവുമെന്നുള്ള പ്രതീക്ഷയുണ്ടോ? ഇപ്പോൾ ഒരു പ്രതീക്ഷയില്ല. പക്ഷെ കേരള കോൺഗ്രസ് ആയതുകൊണ്ട് എന്തെങ്കിലും കാലത്ത് മാണിസാറ് പറഞ്ഞ ഡയലോഗ് നിൽപ്പുണ്ടല്ലോ. അതുകൊണ്ട് വളരും തോറും പിളരുകയും പിളരും തോറും വളരുകയും ചെയ്യുന്ന പ്രസ്ഥാനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെ, ആ പിളർപ്പ് കഴിഞ്ഞു. ഇനി എന്തെങ്കിലും യോജിപ്പിൻ്റെ കാലം വരാം. പക്ഷേ കേരള കോൺഗ്രസ് യോജിച്ച് പോയിരുന്നെങ്കിൽ പാർട്ടിക്ക് നല്ലതായിരുന്നു എന്ന് ജനങ്ങൾ വിശ്വസിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തവണ 10 സീറ്റില്ലാതെ അല്ലെങ്കിൽ നമ്മൾ മാറില്ല എന്ന് നിങ്ങളൊക്കെ മോൻസടക്കം പറഞ്ഞിരുന്നു. പക്ഷേ 2 സീറ്റ് ഏറ്റുമാനൂർ, ഇടുക്കി സീറ്റുകൾ പോയി. അപ്പോൾ അതൊരു ക്ഷീണമായില്ലേ? ഇല്ല, അത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും 2 സീറ്റ് കുറയുക എന്നുള്ളത് ഒരു വേദനയുള്ള കാര്യമാണ്. പക്ഷെ ഞങ്ങൾ ആ വേദന സഹിച്ചുകൊണ്ടും ഇങ്ങനൊരു തീരുമാനം പാർട്ടി പല വട്ടം ആലോചിച്ചിട്ടാണ് എടുത്തത്. UDFൻ്റെ ഇപ്രാവശ്യത്തെ ഒരു പ്രത്യേക സാഹചര്യം വെച്ച് ഒരു പ്രാവശ്യത്തേക്ക് ഇങ്ങനെയൊരു അറേഞ്ച്മെൻറ്റിന് സഹകരിക്കണം എന്ന കോൺഗ്രസ് ലീഡർഷിപ്പ് നിരന്തരമായി ഞങ്ങളോട് ചർച്ച ചെയ്തു. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ഇപ്രാവശ്യം ഭരണം പിടിക്കുക, UDF അധികാരത്തിൽ വരിക എന്ന പ്രസക്തമായ വിഷയത്തിൻ്റെ മുമ്പിൽ ഞങ്ങളൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ എല്ലായിടത്തും ഫ്ലെക്സ് വെച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയാണ് LDF വെച്ചിരിക്കുന്നത്. പക്ഷേ UDFന് ആരാണ് അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറയാൻ കഴിയുന്നില്ല. ഇത് ഞങ്ങളതിന് നല്ല മറുപടി ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട്. ടീം UDF ആണ്. ടീം UDF കേരളത്തിൽ അധികാരത്തിൽ വരിക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ മുഖ്യമന്ത്രി ആരാണ് എന്നുള്ളത് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഭൂരിപക്ഷം കിട്ടുമ്പം UDF തീരുമാനിക്കും. ഇവിടെ ഈ ഭാഗത്തു നിന്ന് BJP ഒരു സീറ്റ് നേടാൻ സാധ്യതയുണ്ടോ? ഒരു സാധ്യതയില്ല. ഞങ്ങൾ ഒരു സാധ്യത കാണുന്നില്ല. ഇവിടെ LDF ഓർ UDF എന്നതാണ് വ്യക്തമായ ചിത്രം നിൽക്കുന്നത്. ഇപ്പം എല്ലാവിധ ആശംസകളും നേരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.